നമസ്കാരം. ആസാദ് യുണൈറ്റഡ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വോട്ട് കവർച്ചയുടെ പട്ടിക നിരത്തി രാഹുൽ കുറ്റകൃത്യത്തിന് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,00,000 വ്യാജ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 32,707 വോട്ടിന് തോറ്റ ബാംഗ്ലൂരു സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,00,000-ലധികം വ്യാജ വോട്ടുകൾ. ഒരേ വിലാസത്തിൽ കൂട്ടത്തോടെ വോട്ടർമാർ വീട്ടുനമ്പർ 0 തുടങ്ങി തട്ടിപ്പുകൾ നടത്തി ജനാധിപത്യം അട്ടിമറിച്ചെന്ന് രാഹുൽ ആരോപിച്ചു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനായി ഗൂഢാലോചന നടത്തുന്നെന്ന തെളിവുകൾ നിരത്തിയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. രാജ്യമെങ്ങും സമാന രീതിയിലുള്ള തട്ടിപ്പ് നടന്നതായും വെളിപ്പെടുത്തി. ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്ന തിരക്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നും നീതിന്യായ സംവിധാനം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ദിരാഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഫോട്ടോ വെച്ചുള്ള പവർ പോയിന്റ് പ്രസന്റേഷന് ശേഷം ഇത് തന്റെ പരസ്യമായ സത്യവാങ്മൂലമാണെന്നും ഈ മോഷണത്തിന്റെ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം അനുഭവിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ വെല്ലുവിളിച്ചു. വോട്ട് മോഷണത്തിന്റെ തെളിവുകളും ഇല്ലാതാക്കുന്ന ഓരോ പോളിംഗ് ഓഫീസറും എത്ര ജൂനിയർ ആയാലും സീനിയർ ആയാലും പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും സ്വതന്ത്ര സമര സേനാനികൾ നിർമ്മിച്ച ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തെയാണ് കമ്മീഷൻ ഓഫീസർമാർ നശിപ്പിക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കേരള ഫ്യൂച്ചർ ടെക്നോളജി ഹബ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് 50 കോടിയുടെ പദ്ധതി. മലബാർ മേഖലയുടെ അക്കാദമികവും വ്യാവസായികവുമായ മുന്നേറ്റത്തിന് ഉതകുന്ന നൂതന സംരംഭമായ കേരള ഫ്യൂച്ചർ ടെക്നോളജി ഹബ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കിഫ്ബി ധനസഹായത്തോടെ ഗവേഷണം, ഇന്നോവേഷൻ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി കേപ്പ് തയ്യാറാക്കിയ 50% കോടി രൂപയുടെ പ്രൊജക്ടിന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തത്വത്തിൽ അംഗീകാരം നൽകി. ട്രാൻസ്ലേഷണൽ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി ഹബ്ബ്, ഇൻഡസ്ട്രിയൽ ഇന്നോവേഷൻ ഹബ്ബ്, ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബ് എന്നിങ്ങനെ ത്രിതല സംവിധാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള ഗവേഷണ വികസന പദ്ധതി നിർവഹണത്തിന് അവസരം നൽകും. സംരംഭക അവസരങ്ങളിലേക്കും വ്യവസായ മെന്റർഷിപ്പിലേക്കും നേരിട്ട് പ്രവേശനം നൽകുന്ന കോർപ്പറേറ്റ് പങ്കാളിത്തങ്ങൾ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നിർദ്ദിഷ്ട ഇൻഡസ്ട്രിയൽ പാർക്ക് കൂടി ഉൾപ്പെടുത്തി വ്യവസായം, തൊഴിൽ വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കുന്ന നിലയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഉമേഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീമും രൂപീകരണത്തിനും തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഓഗസ്റ്റ് 13 കിഫ്ബിയുമായി ചർച്ച നടത്തുന്നതിനും തീരുമാനിച്ചു. സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ PK പത്മകുമാർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു P നായർ, ക്യാബ് ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ്, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S ജയകുമാർ, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AB ഡേവിഡ്, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ SK എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TTI PPTTI കലോത്സവം ലോഗോ വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന TTI PPTTI കലോത്സവത്തിന്റെ ലോഗോ വിദ്യാഭ്യാസ മന്ത്രി P ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. വയനാട്ടിൽ സെപ്റ്റംബർ 12-നാണ് കലോത്സവം. സംസ്ഥാനത്തെ TTI PPTI വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. 12 രാവിലെ 8:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾ ആരംഭിക്കും. 4 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. വൈകുന്നേരം 5-ന് സുൽത്താൻ ബത്തേരി അധ്യാപക ഭവൻ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം നടക്കും. 600ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും കലോത്സവത്തിൽ പങ്കെടുക്കും. സംസ്ഥാനതല മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്ന ആദ്യ 3 സംസ്ഥാനക്കാർക്ക് യഥാക്രമം 2000, 1600, 1200 രൂപ ക്യാഷ് അവാർഡും മെറിറ്റ് സർട്ടിഫിക്കറ്റും ലഭിക്കും. പുറമെ അധ്യാപകർക്കായുള്ള കലാമത്സരങ്ങളും ഇതോടൊപ്പം നടക്കും. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം സജ്ജമായി. കണ്ണൂർ ജില്ലയിലെ പൊതുജനാരോഗ്യ രംഗത്തെ ശ്രദ്ധേയമായ ചുവടുവയ്പായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം സജ്ജമായി. ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാടിന് സമർപ്പിക്കും. 5 നില കെട്ടിടത്തിൽ കാർഡിയോളജി, നെഫ്രോളജി, ഓങ്കോളജി OPകളുണ്ട്.
3 ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, മെഡിക്കൽ ഐസിയുകൾ, സർജിക്കൽ ഐസിയുകൾ, ഡയാലിസിസ് യൂണിറ്റ്, വിവിധ നിലകളിലായി 23 എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തനം സജ്ജമാണ്. സർക്കാരിന്റെ പൊതുജനാരോഗ്യ മേഖലയിലെ ഇടപെടലുകളുടെ ഭാഗമായി ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസനത്തിന്റെ 1ാം ഘട്ടത്തിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയത്. 61 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 5 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സിവിൽ ജോലികൾ 39 കോടിക്കും ഇലക്ട്രിക്കൽ ജോലികൾ 21 കോടി രൂപയുമാണ് പൂർത്തീകരിച്ചത്. BSNL ആണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ P&C പ്രൊജക്ട്സ് ആണ് നിർമ്മാണം നടത്തിയത്. ശുദ്ധജല ശേഖരണ സംവിധാനം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ആന്തരിക റോഡുകൾ, കോമ്പൗണ്ട് വാൾ എന്നിവ നിർമ്മിച്ചു. 2 ലിഫ്റ്റുകൾ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 5 നിലകൾക്കും 1254 ചതുരശ്ര മീറ്റർ വീതം വിസ്തീർണമുണ്ട്. ഏറ്റവും താഴത്തെ നിലയിൽ സ്വീകരണ സ്ഥലം, വാഹന പാർക്കിംഗ്, 110 kV സബ്സ്റ്റേഷൻ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. 1ാം നിലയിൽ 150 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാത്തിരിപ്പ് ലോഞ്ചോടുകൂടി 9 OP കൺസൾട്ടേഷൻ റൂമുകൾ, UPS റൂം, ഫാർമസി ടോയ്ലറ്റുകൾ തുടങ്ങിയ ഉൾപ്പെടുന്നു. 2ാം നിലയിൽ 3 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഇതിൽ OT സ്റ്റോർ, നഴ്സിംഗ് സ്റ്റേഷൻ, ഡോക്ടറുടെ മുറി, പ്രീ അനസ്തേഷ്യ റൂം എന്നിവയും ഉണ്ടാകും. മെഡിക്കൽ സർജിക്കൽ ഐസിയുകൾ, കാത്തിരിപ്പ് സ്ഥലം, നഴ്സിംഗ് റൂം, അനസ്തേഷ്യ കൺസൾട്ടേഷൻ റൂം, ടോയ്ലറ്റുകൾ എന്നിവയും ഉണ്ടാകും. 3ാം നിലയിൽ 30 കിടക്കകൾ വീതമുള്ള ജനറൽ വാർഡ്, 22 മെഷീനോടുകൂടിയ ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും, കാത്തിരിപ്പ് കേന്ദ്രം, പോസ്റ്റ് ഡയാലിസിസ് റൂം, 5 പേ വാർഡുകൾ, പെരിറ്റോണിയൽ ഡയാലിസിസ് റൂം, സ്റ്റോർ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. 4ാം നിലയിൽ 30 കിടക്കകളുള്ള ജനറൽ വാർഡ്, നഴ്സിംഗ് സ്റ്റേഷൻ, ടോയ്ലറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. സൈറ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലിനജല സംസ്കരണ പ്ലാന്റ് STPയുമായി ബന്ധിപ്പിച്ച പുതിയ ഡ്രെയിനേജ് സിസ്റ്റം, മാൻഹോളുകൾ, പൈപ്പ് ലൈൻ ശൃംഖല, 1,30,000 ലിറ്ററിന്റെ ഓവർഹെഡ് ടാങ്ക്, അഗ്നിശമന ഗാർഹിക മഴവെള്ള സംഭരണം എന്നിവയ്ക്കായി 9 ലക്ഷം മീറ്ററിന്റെ ഭൂഗർഭ സർജിക്കൽ ബ്ലോക്ക്, ട്രോമ കെയർ അഡ്മിൻ ബ്ലോക്ക്, അമ്മയും കുഞ്ഞും പരിചരണ ബ്ലോക്ക് എന്നിവയ്ക്കുള്ള സബ് പാനലുകളും പ്രവർത്തന സജ്ജമാണ്. പ്രതിദിനം 3000-ലേറെ രോഗികളാണ് ജില്ലാ ആശുപത്രിയിലെ 16 OPകളിലായി എത്തുന്നത്. വിവിധ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ രോഗി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കിയിരിക്കുന്നത്. ജനറൽ സർജറി, ഓർത്തോ, ഗൈനിക് സെന്റർ, സൈക്കാട്രി, നെഫ്രോളജി, കാർഡിയോളജി, ചെസ്റ്റ്, ENT, സ്കിൻ, പീഡിയാട്രിക്സ്, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തുടങ്ങിയ OPകൾക്ക് പുറമെ കൗമാര ക്ലിനിക്, ജീവിതശൈലി രോഗ ക്ലിനിക്, ട്രോമ കെയർ, ബ്ലഡ് ബാങ്ക് എന്നിവയും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു. ഗുരുവായൂർ ദേവസ്വം പരീക്ഷകളിൽ മാറ്റം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തൃശൂർ ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ ഹെൽപ്പർ, അസിസ്റ്റന്റ് ലൈൻമാൻ എന്നീ തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷ ജില്ലാ സാങ്കേതിക കാരണങ്ങളാൽ അസിസ്റ്റന്റ് ലൈൻമാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. പകൽ 1:30 മുതൽ 3:15 വരെ നടത്തുന്ന പൊതുപരീക്ഷയിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് മാത്രം അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കേണ്ട. ഗുരുവായൂർ ദേവസ്വത്തിലെ ഹെൽപ്പർ തസ്തികയിലേക്കുള്ള പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഈ തസ്തികയോടൊപ്പം OMR പരീക്ഷ നിശ്ചയിച്ചിരുന്ന അസിസ്റ്റന്റ് ലൈൻമാൻ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ മാറ്റമില്ല. ലഹരിക്കെതിരെ അനൗൺസ്മെന്റ് മത്സരം. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് ജേതാക്കൾ ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം എക്സൈസ് വകുപ്പുമായി ചേർന്ന് നടത്തിയ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് മത്സരത്തിൽ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലെ ദേവിക ശബരീഷ്, നിഹാല റഹ്മാൻ, ഷാൻസ ബിൻ ഷുക്കൂർ എന്നിവർ 1ാം സ്ഥാനം നേടി. പയ്യന്നൂർ കോളേജിലെ ആഷിൻ ജെറി, അശ്വതി കൃഷ്ണ, P ദക്ഷിണ എന്നിവർ 2ാം സ്ഥാനവും, പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ഗൗരിനന്ദ H, ഭാഗ്യലക്ഷ്മി, പാർവതി സുരേഷ് എന്നിവർ 3ാം സ്ഥാനവും നേടി. 20 കോളേജുകളിൽ നിന്നുമായി 32 അനൗൺസ്മെന്റുകളാണ് പരിഗണിച്ചത്. ലഹരിക്കെതിരെ യുവാക്കളുടെ ശബ്ദമുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിന്റെ സമ്മാനദാനം കണ്ണൂർ SM കോളേജിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ നിർവഹിച്ചു. ആകാശവാണി എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ M ചന്ദ്രബാബു അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ആകാശവാണി പ്രോഗ്രാം മേധാവി മുൻ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ TK ഉണ്ണികൃഷ്ണൻ, SN കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ MV ജിഷ്ണ, ആകാശവാണി റിപ്പോർട്ടർ KO ശശിധരൻ, SN കോളേജ് സൂപ്രണ്ട് പ്രത്യൂഷ് പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു.
കരകൗശല വിപണന മേള വൈഭവം 2025 തുടക്കമായി. കരകൗശല വികസന കോർപ്പറേഷന്റെ കണ്ണൂർ സബ് ജയിലിന് മുന്നിലെ കൈരളി ഷോറൂമിൽ വൈഭവം 2025 കരകൗശ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക വിപണനം വൈഭവം 2025 തുടക്കമായി. തേക്കിലും ഈട്ടിയിലും നിർമ്മിച്ച കരകൗശല ശില്പങ്ങൾ, ആഭരണപ്പെട്ടികൾ, കെട്ടുവള്ളം, ചുണ്ടൻ വള്ളം എന്നിവയുടെ മാതൃകകൾ എന്നിവയ്ക്കു പുറമെ ആറന്മുള കണ്ണാടി, ഉരുളി, ഓട്ടുവിളക്കുകൾ, ആനപ്പട്ടം, നെറ്റിപ്പട്ടം കെട്ടിയ ആന, കൃഷ്ണ വിഗ്രഹങ്ങൾ, ചന്ദനത്തടി, ചന്ദനത്തൈലം, വൈക്കോലിൽ നിർമ്മിച്ച പെയിന്റിങ്ങുകൾ, വൈറ്റ് മെറ്ററിൽ നിർമ്മിച്ച ശില്പങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരം മേളയിലുണ്ട്. ഉൽപ്പന്നങ്ങൾ 10% വിലക്കിഴിവിൽ ലഭിക്കും. മേള സെപ്റ്റംബർ 15 അവസാനിക്കും. സൈനിക കുടുംബങ്ങൾക്കായി ലീഗൽ സർവീസ് ക്ലിനിക് ആരംഭിച്ചു. വീർ പരിവാർ സഹായത യോജന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൈനിക കുടുംബങ്ങൾക്കായി ലീഗൽ സർവീസസ് ക്ലിനിക് ആരംഭിച്ചു. DLSA സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് സെക്രട്ടറി പി മഞ്ജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ KK ഷാജി അധ്യക്ഷനായി. ആഴ്ചയിൽ ഒരു തവണയാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. സൈനികരോ അവരുടെ കുടുംബമോ സേവനം ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ച് പ്രവർത്തന സമയം കൂട്ടുമെന്ന് പി മഞ്ജു പറഞ്ഞു. അതിർത്തികളിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് ആശങ്കകളില്ലാതെ രാജ്യസേവനം നടത്താൻ കഴിയണമെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇതുവഴി കുടുംബപരമായ സ്വത്ത് തർക്കങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കും. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നടന്ന പരിപാടിയിൽ DLSA ജില്ലാ സെക്ഷൻ ഓഫീസർ PV സനൽകുമാർ, അസിസ്റ്റന്റ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ CJ ജോസഫ്, DLSA കണ്ണൂർ PLV PK വിശ്വനാഥൻ, വിമുക്ത ഭടന്മാർ എന്നിവർ പങ്കെടുത്തു. ഷവർമ്മ കടകളിൽ പരിശോധന, 45 സ്ഥാപനങ്ങൾക്ക് പൂട്ടുവീണു. സംസ്ഥാനത്ത് ഷവർമ്മ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തി. 5, 6 തീയതികളിലായി 59 സ്ക്വാഡുകൾ 1557 കടകളിലാണ് പരിശോധന നടത്തിയതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാത്രികാലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 256 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 263 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. വീഴ്ചകൾ കണ്ടെത്തിയ 45 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. ഷവർമ്മ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ സർക്കാർ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും അല്ലാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഷവർമ്മ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്ത് പച്ചമുട്ട കൊണ്ടുള്ള മയോനൈസ് നിരോധിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധനകളും നടന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഷവർമ്മ പാകം ചെയ്യുന്നവനോ വിൽക്കാനോ പാടില്ല. ഷവർമ്മ തയ്യാറാക്കുന്ന സ്ഥലം, ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം, വ്യക്തി ശുചിത്വം, ഷവർമ്മ തയ്യാറാക്കൽ എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. പാഴ്സലിൽ തീയതിയും സമയവും കൃത്യമായി രേഖപ്പെടുത്തണം. FSS ആക്ട് പ്രകാരം ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ ഒരു വ്യക്തിയും ഏതെങ്കിലും ഭക്ഷ്യ ബിസിനസ് ആരംഭിക്കുകയോ നടത്തുകയോ ചെയ്യരുത്. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. പരാതിയുള്ളവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിവരം അറിയിക്കേണ്ടതാണ്. ഇതുകൂടാതെ കൊല്ലം പോളയത്തോട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 60 കിലോഗ്രാം പഴകിയ മാംസം പിടിച്ചെടുത്തു. ഷവർമ്മ പരിശോധനയ്ക്കിനിടെ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനയും നടത്തിയത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.